ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കുറേ നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്ന് വിചാരിക്കുമായിരുന്നു. ഇതൊരു വുഡൻ്റെ സ്റ്റാൻഡാണ്. അതായത് നമുക്ക് ബൈബിള്, ഗീത, ഖുറാന് അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ ഹോളി ബുക്സൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ്. ഇതിങ്ങനെ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പാക്കേജിങ്ങിലാണ് വന്നത്. ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് പ്രോഡക്റ്റ് എന്തെങ്കിലും ഒന്ന് തിരിച്ചയക്കുന്ന പ്രോഡക്റ്റ്സ് ആണെങ്കിൽ കാണിക്കാൻ കഴിയാത്ത നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് മാത്രം കാണിക്കാനായിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയത്. ഇപ്പം ഞാൻ ആ കാണിച്ച ഒരു സ്റ്റാർ കണ്ടല്ലോ, അതിനകത്ത് ചെറുതായിട്ട് അങ്ങനെ ഒരു സ്റ്റാർ പോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഗോൾഡൻ കളർ ഫിനിഷിങ്ങിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ കളറ് ഫെയ്ഡായിട്ട് കുറച്ചൊരു ഹാഫ് പാർട്ട് ഇങ്ങനെ അടന്നു പോയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊരു റെഡ് കാണുന്നതല്ല, ആ ഒരു തടിയുടെ കളറല്ല, അവർ പെയിൻ്റല്ല, വേറെ എന്തോ ഒരു കളറ് കയറ്റാൻ ശ്രമിച്ചിരിക്കുന്ന വുഡിലേക്ക് എന്തോ കലക്കി. നോർമൽ നമ്മൾ വുഡിന് അടിക്കുന്ന പോലത്തെ പെയിൻ്റല്ല, വെറുതെ ഒരു കളർ പൗഡർ പോലത്തെ എന്തോ ഒരു പൗഡർ കലക്കി അതിലേക്ക് കയറ്റി ആ വുഡിനൊരു കളർ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോളിഷ് അടിച്ചൊരു ഫിനിഷിങ് നമുക്ക് ആ വുഡൻ സ്റ്റാൻഡിന് കിട്ടുന്നില്ല. പിന്നെ ബാക്ക് സൈഡൊക്കെ ഒട്ടും ഫിനിഷിങ് അല്ല. ഇതിങ്ങനെ ഒരു രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇച്ചിരി കൂമ്പിയ പോലെ ഓപ്പൺ ചെയ്ത് വെക്കാം. കുറച്ച് ഒരു ഇതിലേക്ക് വീണ്ടും ഒന്ന് അമർത്തി വെക്കുവാണെങ്കിൽ കുറച്ച് നന്നായിട്ട് വിടർന്ന് കിട്ടും. ഇതിൻ്റെ ഈ ഒരു ലോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സാധാരണ നമ്മൾ വാതിലിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെയോ വിജാഗിരിയുടെയോ അങ്ങനെയൊന്നുമല്ല, വുഡ് കൊണ്ട് തന്നെ തടി ഇങ്ങനെ ആ ഒരു സിംഗിൾ പീസിൽ തന്നെ തടി ഇങ്ങനെ വെട്ടി ഇട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് അടന്നു പോരോ വിട്ടുപോരുമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ അടിവശത്തൊക്കെ ഫിനിഷിങ് കുറച്ച് മോശമാണ്. നമ്മൾ മരപ്പണിയിൽ നമ്മളിങ്ങനെ പറയും ഈ ഉരുമ്മി എടുക്കുക എന്ന് പറയും. മറ്റേ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ട് നമ്മൾ ഉറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഒരു ഫിനിഷിങ് അടിവശത്തില്ല. മേൽവശത്തും വലിയ കാര്യമായിട്ടില്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പിന്നെ ആ ഓരോ മടക്കിലും കുറച്ച് പൊടിയൊക്കെ വെച്ചിട്ട് ഉണ്ടായിരുന്നു വരുമ്പോൾ. അതായത് ഉണ്ടാക്കി അവർ കുറേ നാളായിട്ട് വെച്ചിരുന്നത് പോലെ എനിക്ക് തോന്നി. എന്നിട്ട് ഓർഡർ അനുസരിച്ച് വിടുന്നത് കൊണ്ടായിരിക്കാം, വുഡിൻ്റെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ പിടിച്ചതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞാൻ ഏതായാലും ഇത് റിട്ടേൺ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഞാനിത് വാങ്ങിക്കുമ്പോൾ 154 രൂപയ്ക്കാണ് ഇത് വാങ്ങിക്കുന്നത്. ഇപ്പം ഇച്ചിരി ഒരു 10 രൂപയുടെ വ്യത്യാസമുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ ഒരെണ്ണം വുഡൻ ഇങ്ങനെ ചെറിയൊരു കുത്തുപണിയൊക്കെ പോലെ ഉണ്ടല്ലോ, ഹോളൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിച്ചെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ 154 രൂപയ്ക്ക് നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഈ ഒരു ഇച്ചിരി ഒരു ഫിനിഷിങ്ങിൻ്റെ കുറവുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമുള്ളൂ. പോളിഷിങ് നമുക്ക് വീണ്ടും ചെയ്യാവുന്ന കാര്യമുള്ളതുകൊണ്ട് വേറെ തടിക്ക് ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുത്തില്ല, യൂസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പം ഞാനിപ്പം ബുക്കൊക്കെ വെച്ച് കാണിച്ചല്ലോ, അങ്ങനെ നമുക്ക് ബുക്ക് വെച്ച് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ കാണിക്കുന്നില്ല, ആ സൂം ചെയ്ത പാർട്ടിൽ ആ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ കാണുന്നത് ഇതാണ്. ആ ഒരു പൊടി അടിഞ്ഞിരുന്നതാണ്. എനിക്കത് കുറേ നാളായിട്ട് ഒരു സ്റ്റോക്ക് വെച്ചുകൊണ്ട് ഇരുന്നത് പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതർവൈസ് ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഓപ്പൺ ചെയ്തൊക്കെ വെച്ച് നല്ല രീതിയിൽ വായിക്കാം. ഞങ്ങളുടെ പ്രെയർ ഏരിയയുടെ അവിടെ വിളക്ക് വെച്ചിട്ടുണ്ട്. അതിനിപ്പറയായിട്ട് നമ്മൾ ഈ സ്റ്റാൻഡ് കൊടുത്ത് ബൈബിൾ വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടുത്തോട്ട് പോയി നമ്മൾ ഭയങ്കരമായിട്ട് നോക്കിയാൽ എടുക്കുന്നവർക്ക് ഈ ഇതൊക്കെ പോരായ്മകളൊക്കെ തോന്നുള്ളൂ. ദൂരെ നോക്കുമ്പോൾ ഒന്നും തോന്നത്തില്ല. അപ്പം റീപെയിൻറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ സാധനം റിട്ടേൺ ചെയ്തില്ല, വെച്ചേക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഇങ്ങനെയുള്ള യൂസ്ഫുൾ പ്രോഡക്റ്റ്സായിട്ട് വീണ്ടും കാണാം. ബൈ.